സെലസ്റ്റിയൽ ഓബ്ജക്റ്റിനെ പ്ലാനറ്റായി കരുതുന്നതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, അത് ഒരു സ്റ്റാർ, നമ്മളെ സംബന്ധിച്ചുള്ള സൂര്യൻ, സൗരയൂഥത്തിനെ സംബന്ധിച്ചുള്ള സൂര്യൻ ഒരു സ്റ്റാറിന് ചുറ്റും വലം വയ്ക്കണം. അത് പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഈ സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് സെൽഫ് ഗ്രാവിറ്റി മൂലം അതിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആയി മാറിയിരിക്കണം. അതും പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഇതിൻ്റെ ഓർബിറ്റൽ പാത്തിൽ മറ്റൊരു വസ്തുക്കളും കാണാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർബിറ്റൽ പാത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അവിടെയാണ് പ്ലൂട്ടോയ്ക്ക് പിഴച്ചത്. പ്ലൂട്ടോയുടെ ഓർബിറ്റൽ പാത്തിൽ നിരവധി മറ്റ് സെലസ്റ്റിയൽ, ചെറുതും വലുതുമായ സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് കാണപ്പെടുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് പ്ലൂട്ടോയെ പ്ലാനറ്റിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് പുറത്താക്കിയത്. ഈ നെപ്റ്റ്യൂണിന് അപ്പുറത്തായിട്ട് കൈപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഒരു റീജിയനുണ്ട്. ഇതിന് ഒരു ഡോണറ്റ് ഷേപ്പാണ്. ഈ വീനസിനും മാർസിനും ഇടയ്ക്കായിട്ട് ഒരു ആസ്റ്ററോയിഡ് ബെൽറ്റ് ഉണ്ട്. ഏതാണ് അതിന് തുല്യമായ ഒരു റീജിയനാണ് നെപ്റ്റ്യൂണിനപ്പുറമുള്ള ഈ കൈപ്പർ ബെൽറ്റ്. കൈപ്പർ എന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്.